വർഷം 2017 മഹാരാഷ്ട്രയിലെ സംഗ്ലി ഗ്രാമം. അവിടുത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് അന്ന് പ്രായമേറിയൊരു വ്യക്തിയും അദ്ദേഹത്തിന്റെ മകനും കൂടി എത്തുകയാണ്. ഒരു കംപ്ലൈന്റ് കൊടുക്കാനായിട്ടായിരുന്നു അവരുടെ വരവ്. പക്ഷെ അയാളുടെ പരാതി കേട്ടതും കോൺസ്റ്റബിൾ ഒന്ന് ഞെട്ടിത്തെറിച്ചു. ഇൻസ്പെക്ടറുടെ അടുത്ത് പോയി അയാളുടെ പരാതിയുടെ കാര്യം പറഞ്ഞു. ഇൻസ്പെക്ടറും പരാതി എഴുതിവിടൂ എന്നായിരുന്നു ആദ്യം പറഞ്ഞത്. പക്ഷേ അദ്ദേഹത്തിന് പരാതി കൊടുക്കേണ്ടത് ഇന്ത്യൻ പ്രസിഡന്റുമാർക്കെതിരെയാണ് എന്ന് കേട്ടതും ഇൻസ്പെക്ടറും ഒന്ന് ഭയക്കുന്നുണ്ട്. അതോടെ ഇൻസ്പെക്ടർ അയാളോട് സംസാരിക്കാൻ എത്തുന്നു. പരാതി കൊടുക്കുവാൻ എത്തിയിരുന്ന ആ വ്യക്തി സ്വയം പരിചയപ്പെടുത്തി. എന്റെ പേര് മുരളീകാന്ത് രാജാറാം പേട്കർ. ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ പ്രസിഡന്റുമാർക്കെതിരെയും എനിക്ക് ചീറ്റിംഗ് കേസ് കൊടുക്കണം. ഇൻസ്പെക്ടർ മിസ്റ്റർ പേട്കറോട് കാര്യം തിരക്കി. മുരളീകാന്ത് പറഞ്ഞു, ഇത്ര നാളായിട്ടും എന്നെ അർജുന അവാർഡിന് പരിഗണിച്ചിട്ടില്ല. അതിന്റെ പേരിലാണ് എനിക്ക് പ്രസിഡന്റുമാർക്കെതിരെ ചീറ്റിംഗ് കേസ് കൊടുക്കേണ്ടത്. ഇൻസ്പെക്ടറിന് ആദ്യം അർജുന അവാർഡിനെ പറ്റി പോലും അറിവുണ്ടായിരുന്നില്ല. സ്പോർട്സുമായി ബന്ധപ്പെട്ട അവാർഡാണത് എന്ന് അവിടുത്തെ പ്രതിയായ ഒരു വ്യക്തി പറയുന്ന കേട്ട്, നിങ്ങൾ സ്പോർട്സിലുണ്ടായിരുന്നോ എന്ന് ഇൻസ്പെക്ടർ ചോദിച്ചു. 40 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്നു എന്നായിരുന്നു മുരളീകാന്തിന്റെ മറുപടി. അത് കേട്ടതും ഇൻസ്പെക്ടർ കളിയാക്കി ചിരിക്കാൻ ആരംഭിച്ചു. മുരളീകാന്തിന് ദേഷ്യം വന്നു. ചിരിക്കാൻ ഇവിടെ എന്തുണ്ടായിട്ടാണ് എന്ന് മുരളീകാന്ത് കടുപ്പിച്ചു ചോദിച്ചു. അതോടെ ഇൻസ്പെക്ടറും മറ്റുള്ളവരും ഒന്നടങ്ങി. മുരളീകാന്ത് സീരിയസ് ആണെന്ന് കണ്ടതും ഇൻസ്പെക്ടർ ചോദിച്ചു, ഇത്രയും വർഷങ്ങൾ പിന്നിട്ടില്ലേ, ഇനിയിപ്പോ എന്തിനാ നിങ്ങൾക്കൊരു അർജുന അവാർഡ്? മുരളീകാന്ത് പറഞ്ഞു, അതെന്റെ ഗ്രാമത്തിനു വേണ്ടിയിട്ടാണ്. അടുത്ത ഗ്രാമത്തിലെ ബോസ്ലെ സാറിന് കഴിഞ്ഞ കൊല്ലം ലിറ്ററസി അവാർഡ് ലഭിച്ചു. അതോടെ ആ ഗ്രാമത്തിൽ വലിയ വികസനങ്ങൾ വന്നു, റോഡുകൾ ഉണ്ടാക്കപ്പെട്ടു. എനിക്ക് അർജുന അവാർഡ് ലഭിച്ചാൽ എന്റെ ഗ്രാമത്തിലും അത്തരത്തിലൊക്കെ വരുമല്ലോ, എന്റെ ഗ്രാമവും വികസിതമാകും. ഇത്രയും വർഷം കഴിഞ്ഞില്ലേ, ഇനി നിങ്ങൾക്ക് ആര് അർജുന അവാർഡ് തരാനാ? ഇൻസ്പെക്ടർ ചോദിച്ചപ്പോൾ മിസ്റ്റർ ജാദവിന് അവാർഡ് ലഭിച്ചില്ലേ എന്നും മുരളീകാന്തിന്റെ മകൻ ചോദിച്ചു. ജാദവ് ആരാണെന്ന് ഇൻസ്പെക്ടർക്ക് മനസ്സിലായിരുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന പ്രതി വീണ്ടും വിശദീകരിച്ചു കൊടുത്തു. മിസ്റ്റർ KD ജാദവ് ആദ്യമായി ഇന്ത്യക്ക് വേണ്ടി ഒളിമ്പിക്സ് മെഡൽ നേടിയ വ്യക്തി. പ്രതി അത് പറയുന്നു കേട്ടതും, നിങ്ങൾ പറഞ്ഞത് ശരിയാണ് എന്നും മുരളീകാന്ത് പറഞ്ഞു. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം എന്നായി ഇൻസ്പെക്ടറുടെ ചോദ്യം. മുരളീകാന്ത് അവിടെ മുതൽ തന്റെ കഥ പറഞ്ഞു തുടങ്ങുകയാണ്. 1952 ബോംബെ സ്റ്റേറ്റിലെ കാരാട് സ്റ്റേഷനിലേക്ക് തന്റെ മെഡലുമായി മിസ്റ്റർ ജാദവ് വന്നിറങ്ങിയിരുന്നു. നഗരം മുഴുവൻ വലിയ ആരവത്തോടെയായിരുന്നു അദ്ദേഹത്തെ വരവേറ്റത്. റെസ്ലിംഗിൽ ബ്രോൺസ് വിൻ ചെയ്തെത്തിയ ജാദവിനെ ഒരു ഹീറോയെപ്പോലെ ഏവരും നോക്കിക്കണ്ടിരുന്നു. അന്ന് ആ ആൾക്കൂട്ടത്തിനിടയിൽ തന്റെ ചേട്ടന്റെ തോളിലേറി കുട്ടിയായ മുരളീകാന്തും ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഇന്ത്യക്ക് വേണ്ടി ഒളിമ്പിക്സിൽ പോയി മെഡൽ നേടണം എന്ന ചിന്ത മുരളീകാന്ത് പേട്കറുടെ മനസ്സിലേക്ക് ആദ്യമേ വന്നു കയറുന്നത്. മുരളീകാന്ത് പേട്കറുടേത് ഒരു സാധാരണ കുടുംബമായിരുന്നു. അച്ഛൻ വളരെ സ്ട്രിക്റ്റ് ആണ്, പഠനകാര്യത്തിൽ മാത്രം ശ്രദ്ധിക്കണം എന്നായിരുന്നു അച്ഛൻ പറഞ്ഞിരുന്നത്. പക്ഷെ മുരളീകാന്തിന്റെ മനസ്സിലാണെങ്കിൽ ഒളിമ്പിക്സ് കടന്നുകൂടിയല്ലോ. പഠിക്കുന്ന ക്ലാസ്സിൽ വെച്ച് ഭാവിയിൽ എന്താകണം എന്ന് അധ്യാപകൻ ചോദിച്ചപ്പോൾ വരെ തനിക്കൊരു ചാമ്പ്യനാകണം, ഒളിമ്പിക്സ് വിന്നറാകണം എന്നായിരുന്നു മുരളീകാന്ത് പറഞ്ഞത്. അത് കേട്ട് അവിടെ ഇരുന്ന കുട്ടികൾ മുഴുവൻ അവനെ കളിയാക്കി ചിരിച്ചു. ഇടവേളയിൽ ചന്തു ചാമ്പ്യൻ, തോൽവിയടഞ്ഞ ചാമ്പ്യൻ, നീ വെറും തോൽവിയാടാ, നീ വെറും ചന്തുവാടാ എന്ന മട്ടിലൊക്കെ കുട്ടികൾ അവനെ കളിയാക്കി. അതിന് മുൻനിരയിൽ നിന്നതാകട്ടെ ഗ്രാമത്തലവന്റെ മകൻ ഡഗഡുവായിരുന്നു. കുട്ടികൾക്കെതിരെ തന്നെ തോൽവി എന്ന് വിളിച്ചത് സഹിക്കാൻ പറ്റാതെ മുരളീകാന്ത് ഒന്ന് ഫൈറ്റ് ചെയ്യാൻ പോലും പോയി. ചേട്ടൻ വന്നായിരുന്നു അവനെ പിടിച്ചു മാറ്റിയത്. അന്ന് വീട്ടിലേക്ക് തിരികെ പോകുമ്പോൾ ചേട്ടൻ അവനെ ഉപദേശിച്ചു, വെറുതെ ചാമ്പ്യനാകും എന്ന് പറഞ്ഞ് നടന്നാൽ പോരാ, ഒന്നുമാവാത്ത നീ ചാമ്പ്യനാവുമെന്ന് പറഞ്ഞാൽ ഏവരും ചിരിക്കുകയല്ലേ ചെയ്യുക, ആൾക്കാർ വെറുതെ അങ്ങ് വിശ്വസിക്കുകയൊന്നുമില്ലല്ലോ, അതിനാവശ്യമുള്ളത് ചെയ്യണം എന്ന് ചേട്ടനായിരുന്നു അവനോട് ഉപദേശിച്ചത്. റെസ്ലിംഗിൽ ചാമ്പ്യനാകണം എങ്കിൽ ആദ്യം റെസ്ലിംഗ് പരിശീലിക്കുന്നിടത്ത് ചേരണമല്ലോ. അവരുടെ നാട്ടിലെ ഒരേ ഒരു ഫയൽവാൻ പരിശീലന കേന്ദ്രം ഗണപത് എന്നു പേരുള്ള ഒരു വ്യക്തിക്ക് കീഴിലായിരുന്നു. ചേട്ടന്റെ ഉപദേശപ്രകാരം മുരളീകാന്ത് ചെന്ന് ഗണപതിന്റെ കാൽ പിടിച്ചു. ആദ്യം ചെറിയ കുട്ടിയായ അവനെ കൂടെ ഫയൽവാനാവാൻ കൂട്ടുവാൻ ഗണപത് വിസമ്മതിച്ചെങ്കിലും അവരെ മറ്റുള്ളവർ കളിയാക്കിയപ്പോൾ അവന്റെ ഉള്ളിൽ ഉരുത്തിരിഞ്ഞ വെറിയും അവന്റെ ശൗര്യവും ഒക്കെ കണ്ട് കൂടെ നിർത്തുവാൻ ഗണപത് തീരുമാനിച്ചു. അങ്ങനെ ആ ദങ്കലിൽ ഫയൽവാൻമാർക്ക് വേണ്ട സഹായം ചെയ്തും ഗുസ്തി നടക്കുന്നത് നോക്കിക്കണ്ടുമൊക്കെ മുരളീകാന്തിന്റെ ജീവിതം മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. അച്ഛനറിയാതെയായിരുന്നു മുരളീകാന്ത് ഇതൊക്കെ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഗണപത് ഒരിക്കലും മുരളീകാന്തിനെ പരിശീലിപ്പിച്ചില്ല. എന്നിരുന്നാലും സ്വയം കണ്ടും മനസ്സിലാക്കിയും അവൻ ഓരോന്നും പഠിച്ചുകൊണ്ടിരുന്നു. വർഷങ്ങൾക്കിപ്പുറം ഗണപത് വളർന്ന് ഒരു യുവാവായി മാറിയിരുന്നു. അങ്ങനെയിരിക്കെയാണ് അവർക്കിടയിലേക്ക് ഒരു കാര്യം വരുന്നത്. ഗണപത് തന്റെ ശിഷ്യന്മാരെ വിളിച്ചു പറഞ്ഞു, 2 ഗ്രാമങ്ങൾക്കിടയിൽ ഒരു ഗുസ്തി മത്സരം നടക്കാൻ പോകുന്നുണ്ട്. അയൽ ഗ്രാമത്തിലെ ഗ്രാമത്തലവനായ പട്ടേലിന്റെ
മകൻ ഡഗഡു അവിടെ ഗുസ്തി മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വലിയ കഴിവൊന്നുമുള്ളവനല്ല. ആദ്യത്തെ ഗുസ്തി മത്സരമാണ്. പരാജയപ്പെട്ടാൽ പട്ടേലിനത് നാണക്കേടാകും. അതുകൊണ്ട് നിങ്ങളാരെങ്കിലും അവനെതിരെ പോരിനിറങ്ങി ഒന്ന് തോറ്റുകൊടുക്കണം. ഗണപതിന്റെ ആ വാക്കുകൾ അംഗീകരിക്കാൻ ശിഷ്യന്മാരായ ഫയൽവാന്മാർക്ക് പറ്റുമായിരുന്നില്ല. അങ്ങനെ തോറ്റുകൊടുത്താൽ ഗ്രാമത്തിനു മുമ്പിൽ തങ്ങൾ നാണം കെടും, തങ്ങൾക്കത് വലിയ കുറച്ചില്ല എന്നായിരുന്നു ഓരോരുത്തരും പറഞ്ഞത്. ഗണപതിനും അത് ശരിയായി തോന്നി. അപ്പോഴാണ് അവിടെ എടുപിടി ജോലികൾ ചെയ്തുകൊണ്ടിരുന്ന മുരളീകാന്ത് അവരുടെ ശ്രദ്ധയിലേക്ക് വരുന്നത്. ഒരു പരിശീലനവും കിട്ടിയിട്ടില്ലാത്ത മുരളീകാന്തിനെ ഗോതയിലേക്ക് ഇറക്കാമെന്നും അവനെന്തായാലും തോറ്റോളുമെന്നും നമുക്ക് പ്രശ്നമൊന്നും വരില്ലെന്നും ശിഷ്യന്മാർ ഗണപതിനോട് പറഞ്ഞു. ഗണപതിനും അത് ശരിയായി തോന്നി. അങ്ങനെ ആദ്യത്തെ ഗുസ്തി മത്സരത്തിന് മുരളീകാന്ത് തിരഞ്ഞെടുക്കപ്പെടുകയാണ്. പക്ഷേ ഗുസ്തിയുടെ ദിവസം തന്നെ വീട്ടിൽ പ്രശ്നമുണ്ടായി. അച്ഛൻ വിവരമറിഞ്ഞു. അന്നും മത്സരമുണ്ടെന്ന് പറഞ്ഞിട്ടും അച്ഛൻ അവനെ വിടുവാൻ കൂട്ടാക്കിയില്ല. അന്നാണെങ്കിൽ കൃത്യമായി പഠിക്കുന്നയിടത്തെ റിസൾട്ട് വരുന്ന ദിവസവും മുരളീകാന്ത് അച്ഛനോട് തന്റെ സ്വപ്നത്തിന് പിന്നാലെ പോവാൻ അനുവദിക്കണം എന്നാവശ്യപ്പെട്ടു. അത് കേട്ടതും അച്ഛന് കൂടുതൽ ദേഷ്യം വന്നു. ഒടുവിൽ പരീക്ഷയ്ക്ക് വിജയിച്ചിട്ടുണ്ടെങ്കിൽ നീ ഗുസ്തി മത്സരത്തിന് പൊക്കോ എന്നായി അച്ഛൻ. അച്ഛൻ അവനെയും കൂട്ടിക്കൊണ്ട് റിസൾട്ട് നോക്കുവാൻ പോവുകയാണ്. അവിടെ ചെന്നപ്പോഴോ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, മുരളീകാന്ത് 8 നിലയിൽ പൊട്ടി. പക്ഷേ അച്ഛനടുത്തേക്ക് അവൻ തിരികെ പോയില്ല. മറ്റൊരു വഴിയിലൂടെ ഗുസ്തി നടക്കുന്ന ഇടത്തെത്തി ഡഗ്ഡുവിനെതിരെ മത്സരിക്കാനിറങ്ങി. പക്ഷേ തന്റെ ആദ്യ മത്സരത്തിൽ മുരളീകാന്ത് ഏവരെയും അതിശയിപ്പിച്ചു. സ്വന്തം ഗുരുവായ ഗണപതിനെ പോലും ഒരു പരിശീലനവും കിട്ടിയിട്ടില്ലെങ്കിലും ഏറെ പരിശീലനം സിദ്ധിച്ച് മികച്ചൊരു ഫയൽവാനെ പോലെ മുരളീകാന്ത് അവിടെ പൊരുതി. ആ മത്സരത്തിൽ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് മുരളീകാന്ത് വിജയിയാവുകയും ചെയ്തു. അതോടെ പട്ടേൽ ഇടയുകയാണ്. പുതിയ പയ്യനൊപ്പം ഒരുപാട് പരിശീലനം കിട്ടിയ വ്യക്തിയെ മത്സരത്തിനിറക്കി തന്നെ അപമാനിച്ചു എന്നൊക്കെ പട്ടേൽ ഒച്ചയുയർത്തി. മുരളീകാന്തിനെ ആക്രമിക്കാനും തന്റെ ജനങ്ങളോട് വിളിച്ചു പറഞ്ഞു. ഗണപതിനും ശിഷ്യന്മാർക്കും എതിരെയും ഗ്രാമവാസികൾ ആക്രമണം ആരംഭിച്ചിരുന്നു. പിന്നെ അവിടെ ഒരു കൂട്ടത്തല്ല് അരങ്ങേറുകയാണ്. ഇതിനിടയിൽ മുരളീകാന്തിനോട് രക്ഷപ്പെട്ടു പോകുവാൻ കൂട്ടത്തിലുള്ളവർ വിളിച്ചു പറഞ്ഞു. ഗോതയിൽ വീണ് കിട്ടിയ നാണയത്തുണ്ടുകൾ പെറുക്കിയെടുത്ത് ഗ്രാമത്തലവന്റെ ആളുകളുടെ കയ്യിൽപ്പെടാതെ മുരളീകാന്ത് ജീവനും കൊണ്ട് പാഞ്ഞു. പുഴയടക്കം നീന്തിക്കയറി മറുവശത്ത് ഓടിയെത്തിയ മുരളീകാന്തിന് മുമ്പിൽ ഒരു ട്രെയിൻ പോകുന്നുണ്ടായിരുന്നു. ജീവൻ രക്ഷപ്പെടുത്താൻ അതിൽ കയറുകയല്ലാതെ മുരളീകാന്തിന് മറ്റു വഴിയുണ്ടായിരുന്നില്ല. ട്രെയിനിനകത്തുണ്ടായിരുന്ന ഒരു യുവാവും മുരളീകാന്ത് ഓടി വരുന്ന കണ്ട് മുരളീകാന്തിനെ ആളുകൾ ഓടിച്ചിടുന്ന കണ്ട് അവന് കൈകൊടുത്ത് സഹായിച്ചു. മുരളീകാന്ത് ആ ട്രെയിനിലേക്ക് കയറപ്പെട്ടു. മുരളീകാന്തിനെ കൈപിടിച്ച് കയറ്റിയത് ഗർണയിൽ സിംഗ് എന്ന ഒരു സിഖ് യുവാവായിരുന്നു. എന്തിനാ നിന്നെ ഓടിച്ചിട്ടത് എന്ന് ഗർണയിൽ ചോദിച്ചു. തന്റെ ജീവിതത്തിൽ നടന്ന കാര്യമത്രയും ഗർണയിലിനോട് മുരളീകാന്ത് വിശദീകരിക്കുകയാണ്. അതോടെ തന്റെ കൂടെ വരുവാൻ ഗർണയിൽ മുരളീകാന്തിനെ ഉപദേശിച്ചു. ആർമിയുടെ റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട്. ഗർണയിലും കൂടെയുള്ളവരും അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഒരു ചാമ്പ്യനാകണം, ഒളിമ്പിക്സിൽ പോകണം എന്നതാണ് മുരളീകാന്തിന്റെ ലക്ഷ്യമെങ്കിൽ ആർമിയിൽ ചേർന്നാൽ അത് സാധിക്കും. മിൽഖ സിംഗ് ഒക്കെ അങ്ങനെയല്ലേ ആയത് എന്ന് പറഞ്ഞ് ഗർണയിൽ സിംഗ് അവനെ ഉപദേശിക്കുന്നു. മുരളീകാന്തിനും ഗർണയിൽ സിംഗ് പറഞ്ഞത് ശരിയായി തോന്നി. അങ്ങനെ ഗർണയിൽ സിംഗിനൊപ്പം അടുത്ത ദിവസം മുരളീകാന്തും ആർമി റിക്രൂട്ട്മെന്റിൽ പങ്കെടുക്കുകയാണ്. തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ മുരളീകാന്തും ഉണ്ടായിരുന്നു. ട്രെയിനിങ്ങിനായി മുരളീകാന്ത് അവിടെ നിന്നും സിക്കന്ദരാബാദിലെ EMAയിലേക്ക് അയക്കപ്പെടുന്നു. കഠിനമായ ട്രെയിനിങ് പ്രോസസ്സിലൂടെ അവിടെ വെച്ച് മുരളീകാന്ത് കടന്നുപോവുകയാണ്. നീട്ടി വളർത്തിയ മുടി മുറിച്ച് വൃത്തിയായ ജീവിതചര്യകൾ പഠിപ്പിച്ച് മികച്ച സോൾജിയർ ആവാനുള്ള ട്രെയിനിങ്ങിൽ മുരളീകാന്തും ഭാഗമായി. ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. ഒരിക്കൽ ക്യാമ്പിലുള്ളവരോട് സംസാരിക്കുമ്പോൾ തന്റെ പഴയ ജീവിതത്തെപ്പറ്റിയും ചാമ്പ്യനാവാനുള്ള ആഗ്രഹത്തെപ്പറ്റിയുമൊക്കെ മുരളീകാന്ത് വിശദമായി പറഞ്ഞു. പഴയതുപോലെ മുരളീകാന്തിനെ ക്യാമ്പിലുള്ള കുറച്ചുപേർ നീയാണോ ചാമ്പ്യനാകാൻ പോകുന്നേ എന്ന് പറഞ്ഞ് കളിയാക്കിയതും മുരളീകാന്തിന്റെ ദേഷ്യം ഇരച്ചു കയറി. കളിയാക്കിയവനെ ആക്രമിക്കാൻ എന്നവണ്ണം മുരളീകാന്ത് പൊക്കിയെടുത്തു. അപ്പോഴേക്കും ട്രെയിനർ അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. മുരളീകാന്തിന്റെ പ്രവൃത്തിക്ക് ട്രെയിനർ ശിക്ഷ വിധിച്ചു. ഒക്കെ അവസാനിപ്പിച്ച് വീട്ടിലേക്ക് പൊക്കോളാൻ മുരളീകാന്തിനോട് ട്രെയിനർ പറഞ്ഞെങ്കിലും താൻ പോവില്ലെന്നും എന്തെങ്കിലും സാധിക്കാതെ നേടിയെടുക്കാതെ തനിക്ക് തിരിച്ചു പോവാനാവില്ല എന്നുമായിരുന്നു മുരളീകാന്ത് പറഞ്ഞത്. അവന്റെ വാക്കുകളിൽ അവന്റെ ഉള്ളിലെ ലക്ഷ്യത്തോടുള്ള വെറി പ്രകടമായിരുന്നു. ആ സമയത്താണ് എന്തിനു വേണ്ടിയാണ് മുരളീകാന്ത് അവിടെ ഫൈറ്റ് ഉണ്ടാക്കിയതെന്നും ഒളിമ്പിക് ഗോൾഡ് മെഡൽ നേടലാണ് മുരളീകാന്തിന്റെ ലക്ഷ്യമെന്നും ട്രെയിനർ മനസ്സിലാക്കുന്നത്. മുരളീകാന്തിന്റെ ദൃഢനിശ്ചയത്തിൽ ട്രെയിനറിന് വലിയ സന്തോഷം തോന്നി. മുരളീകാന്തിനെ സഹായിക്കുവാൻ ട്രെയിനർ തീരുമാനിക്കുകയാണ്. ഒരു റെസ്ലറായ മുരളീകാന്തിനെ ഒളിമ്പിക് ഐറ്റമായ ബോക്സിംഗിലേക്ക് ബന്ധിപ്പിക്കുന്ന തരത്തിൽ നൂൽച്ചരടായി അവിടെ നിൽക്കുന്നത് ആ ട്രെയിനറായിരുന്നു. ആർമി ബോക്സിംഗ് ട്രെയിനറായ ടൈഗർ എന്ന് വിളിക്കപ്പെടുന്ന അലി എന്ന കോച്ചിനെ മുരളീകാന്ത് ആദ്യമായി കാണുന്നത് അവിടെ വെച്ചിട്ടാണ്. ട്രെയിനർ മുരളീകാന്തിനെ അലിക്ക് പരിചയപ്പെടുത്തി. ആദ്യഘട്ടത്തിൽ മുരളീകാന്തിനെ റിംഗിലേക്ക്
സ്വീകരിക്കാൻ, ശിഷ്യനായി അംഗീകരിക്കാൻ അലി മടിച്ചെങ്കിലും മുരളീകാന്ത് കേണപേക്ഷിച്ചപ്പോൾ മുരളീകാന്തിന് അലി ഒരു അവസരം കൊടുത്തു. ആ ഒരു അവസരത്തിൽ തന്നെ എതിരാളിയുടെ മുഖത്ത് പഞ്ച് ചെയ്ത് തന്റെ കഴിവ് മുരളീകാന്ത് തെളിയിക്കുകയും ചെയ്തു. മുരളീകാന്തിനെ അതിന് സഹായിച്ചത് ബോക്സറായ ഗർണയിൽ സിംഗ് തന്നെയായിരുന്നു. മുരളീകാന്തിനെ കണ്ടപ്പോൾ തന്റെ തന്നെ ചെറുപ്പമായി തോന്നിയ ടൈഗർ അലി തന്റെ ടൈഗർ എന്ന പേര് മുരളീകാന്തിന് കൊടുത്തു. ചോട്ടാ ടൈഗർ എന്ന് മുരളീകാന്തിനെ അലി വിളിക്കാനും ആരംഭിച്ചു. പിന്നീട് അങ്ങോട്ടേക്ക് കഠിനമായ പരിശീലനത്തിന്റെ കാലയളവായിരുന്നു. പതിയെ പതിയെ മികച്ച രീതിയിൽ മുരളീകാന്തിന്റെ കഴിവുകൾ മെച്ചപ്പെട്ടു വന്നു. കുറഞ്ഞ നാളുകൾ കൊണ്ട് തന്നെ ഇന്റർ സർവീസ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ വിജയിയാകുവാൻ മുരളീകാന്തിന് കഴിഞ്ഞു. അധികം വൈകാതെയായിരുന്നു ഇന്റർനാഷണൽ ലെവലിലുള്ള ടോക്കിയോയിൽ വെച്ച് നടക്കുന്ന മിലിറ്ററി ഗെയിംസ് വരാനിരിക്കുന്നത്. അതിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ മുരളീകാന്തും ഉണ്ടായിരുന്നു. അങ്ങനെ 1964 ബോംബെയിലെ സാന്താക്രൂസ് എയർപോർട്ടിൽ നിന്ന് ടൈഗർ അലിയുടെ നേതൃത്വത്തിൽ മുരളീകാന്തും സംഘവും ടോക്കിയോയിലേക്ക് പറന്നു. അവിടെ വെച്ചിട്ടായിരുന്നു മുരളീകാന്ത് നയൻതാരയെ പരിചയപ്പെടുന്നത്. നയൻതാര അവിടെ ജീവിക്കുന്ന, വർക്ക് ചെയ്യുന്ന ഇന്ത്യൻ പശ്ചാത്തലമുള്ള ഒരു റിപ്പോർട്ടറായിരുന്നു. നയൻതാരയെ കണ്ടതും മുരളീകാന്തിന് നയൻതാരയോട് ഒരു ക്രഷ് തോന്നുന്നുണ്ട്. ഇന്റർനാഷണൽ മിലിറ്ററി ഗെയിംസ് ഒട്ടും എളുപ്പമായതല്ല. പക്ഷേ എന്നിരുന്നാലും അന്ന് ടോക്കിയോ സാക്ഷ്യം വഹിച്ചത് ഒരു താരോദയത്തിനായിരുന്നു. തന്റെ ആദ്യ ഘട്ടങ്ങളിൽ എതിരിൽ വന്ന 3 എതിരാളികളെ മുരളീകാന്ത് നോക്കൌട്ട് ചെയ്തു വീഴ്ത്തി. അതോടെ മുരളീകാന്തിനെ ഏവരും ശ്രദ്ധിക്കുവാനും ആരംഭിച്ചു. നയൻതാര തന്നെ മുരളീകാന്തിനടുത്തു വന്ന് ഒരു ഇന്റർവ്യൂ ചോദിച്ചു. അടുത്ത ദിവസം ഫൈനൽ മാച്ച് ഉള്ളതാണ്, അതുകൊണ്ട് സെമി ഫൈനൽ കളിക്കുന്ന എതിരാളിയുടെ കളി മനസ്സിലാക്കാൻ കാണാൻ പോകണം എന്ന് അലി മാസ്റ്റർ പറഞ്ഞെങ്കിലും സമയമാവുമ്പോഴേക്കും തങ്ങൾ വന്നോളാം എന്ന് കർണയിലും മുരളീകാന്തും പറഞ്ഞ് അലി മാസ്റ്ററെ പറഞ്ഞയച്ച് അവർ ഇന്റർവ്യൂവിന് പോയി. ഇംഗ്ലീഷ് അറിയാത്ത മുരളീകാന്ത് അന്ന് ഇന്റർവ്യൂവിൽ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ കൃത്യസമയത്ത് ഇന്റർവ്യൂ തീരാതെ എതിരാളിയുടെ മാച്ച് അവസാനിച്ച ശേഷമായിരുന്നു സെമി ഫൈനൽ പോരാട്ടം നടന്ന ഇടത്തേക്ക് മുരളീകാന്തും ഗർണയിലും വന്നെത്തുന്നത്. അവരെ കാത്തിരുന്ന അലി മാസ്റ്റർ വല്ലാത്ത ദേഷ്യത്തിലായിരുന്നു. എന്നിരുന്നാലും കളി നിരീക്ഷിച്ച മാസ്റ്റർ, നിന്റെ എതിരാളിയായ ഇന്നിവിടെ മത്സരിച്ച ഉഗാണ്ടൻ ഫൈറ്ററിൽ നിന്നും ഒരു നിമിഷം നിന്റെ ശ്രദ്ധ മാറിയാൽ അവൻ നിന്നെ ഇടിച്ചിടും എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞു. അടുത്ത ദിവസം ഫൈനൽ മാച്ച് അരങ്ങേറുകയാണ്. മികച്ച രീതിയിൽ മുരളീകാന്തും എതിരാളിയും ഫൈറ്റ് ആരംഭിച്ചു. പക്ഷേ ഫൈറ്റിനിടയിൽ അവിടെ ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്ന നയൻതാരയെ ഇംപ്രസ് ചെയ്യുവാൻ മുരളീകാന്ത് പലവട്ടം നയൻതാരയെ നോക്കുന്നുണ്ടായിരുന്നു. മുരളീകാന്തിന്റെ ആ ശ്രദ്ധ പാടുന്നത് അലി മാസ്റ്ററും നോക്കിക്കണ്ടു. മുരളീകാന്തിന്റെ ആ ശ്രദ്ധ തെറ്റൽ തന്നെ മുരളീകാന്തിനെ അന്ന് പരാജയത്തിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. എതിരാളിയായ ഉഗാണ്ടൻ ഫൈറ്റർ മുരളീകാന്തിനെ അന്ന് നോക്കൌട്ട് ചെയ്തു വീഴ്ത്തി. അന്ന് സിൽവർ വിജയിച്ചെങ്കിലും മുരളീകാന്തിന്റെ ആ പ്രവൃത്തിയിലൊക്കെ മാസ്റ്റർ അലിക്ക് മുരളീകാന്തിനോട് വലിയ ദേഷ്യം തോന്നിയിരുന്നു. പിന്നീട് വർഷം 1965 മുരളീകാന്തിന്റെ ബറ്റാലിയന് കോച്ച് അലിക്കുൾപ്പെടെ കാശ്മീരിലേക്ക് പോസ്റ്റിംഗ് ലഭിച്ചിരുന്നു. ആ സമയത്താണ് മുരളീകാന്തിനെ തേടി ഒരു കത്തെത്തുന്നത്. മുരളീകാന്തിനെതിരെ മത്സരിച്ച് വിജയിച്ച വ്യക്തി ആഫ്രിക്കൻ പ്രദേശത്തുപെട്ട വ്യക്തിയാണല്ലോ. ഏഷ്യൻ റാങ്കിങ്ങിൽ മുരളീകാന്താണ് 1ാം നിലയിലുള്ളത്. അതുകൊണ്ട് മുരളീകാന്ത് ഏഷ്യൻ ഗെയിംസിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ഏഷ്യൻ ഗെയിംസിൽ മുരളീകാന്തിന് മത്സരിക്കാനായാൽ, അവിടെ വിജയിക്കാനായാൽ ഒളിമ്പിക്സിലേക്ക് മുരളീകാന്തിന് പോവാൻ സാധിക്കും. തന്നെ ട്രെയിൻ ചെയ്യണം എന്ന് പറഞ്ഞ് സന്തോഷ വാർത്ത അറിയിക്കുവാൻ മുരളീകാന്ത് മാസ്റ്റർ അലിയോട് അടുത്തെത്തി. പക്ഷേ മാസ്റ്റർ അലി അപ്പോഴും ദേഷ്യത്തിലായിരുന്നു. താൻ ഒരു തെറ്റും ഇനി ചെയ്യില്ലെന്ന് പറഞ്ഞെങ്കിലും ഞാനിനി നിന്നെ ട്രെയിൻ ചെയ്യില്ല എന്നായിരുന്നു മാസ്റ്റർ അലി പറഞ്ഞത്. മുരളീകാന്ത് മാസ്റ്ററോട് അപേക്ഷിച്ചു. ഗർണയിലും കൂടെ നിന്നു. അന്ന് മാസ്റ്റർ അലി പറഞ്ഞു, എനിക്കും നിന്നെപ്പോലെ ഒളിമ്പിക്സിൽ പോകണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ എനിക്കതിന് അവസരമുണ്ടായില്ല. നിനക്ക് കഴിവുണ്ടായിരുന്നു. നിന്നെ എന്റെ മുമ്പിൽ റിങ്ങിൽ കിട്ടിയപ്പോ പഴയ എന്നെയാ ഞാൻ കണ്ടത്. നിന്നിലൂടെ എന്റെ സ്വപ്നം നേടാമെന്ന് ഞാൻ കരുതി. പക്ഷെ ആ എന്നെയാ ടോക്കിയോയിൽ വെച്ച് നീ പരാജയപ്പെടുത്തി കളഞ്ഞത്. അതും പറഞ്ഞ ദുഃഖത്തോടെ മാസ്റ്റർ അലി മുമ്പോട്ട് നടക്കാൻ നേരമായിരുന്നു അവരുണ്ടായിരുന്ന ആ ഇടം ആക്രമിക്കപ്പെടുന്നത്. 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം. വലിയ ഷൂട്ടൌട്ടും ആക്രമണങ്ങളും നടന്നു. ആ ആക്രമണത്തിനിടയിൽ മാസ്റ്റർ അലിയെ രക്ഷപ്പെടുത്താനൊക്കെ ശ്രമിക്കുന്നതിനിടയിൽ മുരളീകാന്തിന് വെടിയേറ്റു. മൊത്തം 9 ബുള്ളറ്റുകൾ മുരളീകാന്തിന്റെ ശരീരത്തിൽ തുളച്ചു കയറി. ഗർണയിൽ സിംഗ് കൊല്ലപ്പെട്ടു. വെടിയേറ്റ മുരളീകാന്ത് ബോധരഹിതനായി താഴെ വീണു. പിന്നീട് വർഷം 1967 കോമയിൽ നിന്നും മുരളീകാന്തിന് ബോധം തെളിയുമ്പോൾ മുരളീകാന്ത് ആർമി ആശുപത്രിയിലായിരുന്നു. ശരീരത്തിലെ 9 ബുള്ളറ്റുകളിൽ 8 നീക്കം ചെയ്തിരുന്നു. ഒരു ബുള്ളറ്റ് കുടുങ്ങിയത് സ്പൈനൽ കോഡിന്റെ ഭാഗത്തായതുകൊണ്ട് ഓപ്പറേഷൻ ദുഷ്കരമായി തുടരുകയായിരുന്നു. മുരളീകാന്തിന്റെ കാലുകൾ അനക്കാൻ പറ്റാത്ത രീതിയിലായിപ്പോയിരുന്നു. മാത്രമല്ല ബ്ലാഡർ കൺട്രോളും നഷ്ടപ്പെട്ട് മൂത്രമൊഴിക്കുന്നത് പോലും അറിയാത്ത രീതിയിലേക്ക് മുരളീകാന്ത് മാറിപ്പോയിരുന്നു. ഒരിക്കൽ വിസിറ്റിന് വന്ന ഒരു കമാൻഡർ മുരളീകാന്തിന്റെ അവസ്ഥ മനസ്സിലാക്കി. മികച്ച ചികിത്സയ്ക്ക് മുരളീകാന്തിനെ INHS അശ്വിനിയിലേക്ക് മാറ്റുകയാണ്.
അവിടെ വെച്ചിട്ടായിരുന്നു ടോപ്പാസ് എന്ന് വിളിപ്പേരുള്ള അവിടുത്തെ വാർഡ് ബോയെ മുരളീകാന്ത് പരിചയപ്പെടുന്നത്. ഹോസ്പിറ്റലിൽ കഴിയുന്ന മിലിറ്ററി ഉദ്യോഗസ്ഥർക്ക് മദ്യവും മറ്റ് കാര്യങ്ങളും ആരുമറിയാതെ എത്തിച്ചു കൊടുക്കുന്നത് ടോപ്പാസ് ആണ്. ടോപ്പാസിന് ആകെയുള്ളൊരു വീക്ക്നെസ് ആകട്ടെ ചൂതാട്ടവും. അതിനുവേണ്ടി ആർമി ഉദ്യോഗസ്ഥരിൽ നിന്ന് തന്നെ ടോപ്പാസ് പണം വാങ്ങുകയും ചെയ്യുമായിരുന്നു. പക്ഷെ അന്ന് മുരളീകാന്തുമായി ആശുപത്രിയിലെത്തിയ ടോപ്പാസിന്റെ പ്രവൃത്തികൾ കൈയോടെ പൊക്കിയ ഒരു നഴ്സ് ഓരോന്ന് പറഞ്ഞ് കളിയാക്കി. ഏവരും അത് കേട്ട് പൊട്ടിച്ചിരിച്ചു. നാളുകൾക്ക് ശേഷം അത് കേട്ട് മുരളീകാന്തും ഒന്ന് ചിരിച്ചിരുന്നു. വൈകാതെ മുരളീകാന്തിന്റെ വീട്ടിലേക്കും മുരളീകാന്ത് ആശുപത്രിയിലാണ് എന്നുള്ള വിവരമറിയിച്ച് ആർമി ഉദ്യോഗസ്ഥരെത്തി. ക്രിട്ടിക്കൽ ഓപ്പറേഷനാണല്ലോ നടക്കാൻ പോകുന്നത്, അതുകൊണ്ടായിരുന്നു അത്. മുരളീകാന്തിന്റെ സ്പൈനൽ ഓപ്പറേഷൻ നടന്നു. ഓപ്പറേഷൻ കഴിഞ്ഞ് മുരളീകാന്ത് കണ്ണു തുറക്കുമ്പോൾ മുരളീകാന്തിന്റെ കുടുംബം ഒപ്പമുണ്ടായിരുന്നു. പക്ഷെ മുരളീകാന്തിന് അപ്പോഴും കാലുകൾ അനക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഡോക്ടറോട് സംസാരിക്കുമ്പോഴാണ് വ്യക്തമായത് മുരളീകാന്തിന്റെ സ്പൈനൽ ഭാഗത്തുള്ള ബുള്ളറ്റ് റിമൂവ് ചെയ്യൽ എളുപ്പമല്ല. അതവന്റെ ജീവന് പോലും അപകടമുണ്ടാക്കിയേക്കാം. അതുകൊണ്ട് അത് എടുത്തു മാറ്റാൻ സാധിച്ചിട്ടില്ല. മുരളീകാന്ത് ആകെ തകർന്നു പോയിരുന്നു. തന്റെ മുമ്പിൽ ഇനി സ്പോർട്സ് ഇല്ലാത്ത പോലെയും ജീവിതം തന്നെ ഇല്ലാത്ത പോലെയും മുരളീകാന്തിന് തോന്നി. മുരളീകാന്തിനെ വീട്ടിലേക്ക് കൊണ്ടുപോയി ശുശ്രൂഷിക്കാം എന്നമ്മ അവരോട് പറഞ്ഞിരുന്നു. കുറച്ചു ദിവസം കഴിഞ്ഞ് മുരളീകാന്തിന്റെ ചേട്ടൻ മുരളീകാന്തിനോട് സംസാരിച്ചു. വീട്ടിലെ പരിതാപകരമായ അവസ്ഥയെപ്പറ്റി വിഷമത്തോടെ മുരളീകാന്തിനോട് പറഞ്ഞ ചേട്ടൻ വീട്ടിലേക്ക് വന്നാൽ അവനെ നോക്കാൻ ആരുമുണ്ടാവില്ലെന്നും മൂത്രമൊഴിക്കുന്നത് പോലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവൻ ഏവർക്കും ഒരു ബാധ്യതയാകുമെന്നും നിനക്ക് തന്നെ മനസ്സിലാവുമല്ലോ. അതുകൊണ്ട് നീ ആശുപത്രിയിൽ തന്നെ തുടരാമോ എന്ന് അവനോട് ചോദിച്ചു. തന്റെ പാവം ചേട്ടന്റെയും അമ്മയുടെയും ഒക്കെ അവസ്ഥ മുരളീകാന്തിനും മനസ്സിലാവുമായിരുന്നു. വേദനയോടെയെങ്കിലും മുരളീകാന്ത് അതിനെ സമ്മതിച്ചു. താനൊരു അനാഥനായി നിൽക്കുന്ന പോലെ മുരളീകാന്തിന് അന്ന് അനുഭവപ്പെട്ടിരുന്നു. വൈകാതെയായിരുന്നു മുരളീകാന്തിന്റെ ബർത്ത്ഡേ വന്നത്. ആശുപത്രിയിലെ ഏവരും ചേർന്ന് അത് ആഘോഷിച്ചെങ്കിലും മുരളീകാന്തിന്റെ ഉള്ളിൽ ദുഃഖം മാത്രമായിരുന്നു. ടോപ്പാസിനെ കണ്ട് കുറെ മദ്യം വാങ്ങി ഗുളികയും കൂട്ടിക്കഴിച്ച് ആത്മഹത്യ ചെയ്യുവാൻ മുരളീകാന്ത് അന്ന് തീരുമാനിച്ചു. ഹോസ്പിറ്റലിന് വെളിയിൽ വെച്ച് ടോപ്പാസ് കൊണ്ടുവന്ന് മദ്യം കൊടുത്തപ്പോൾ ടോപ്പാസിന് ബെറ്റ് വെക്കാൻ ചൂതാടുവാൻ മുരളീകാന്ത് കുറേയധികം പണം കൊടുത്തു. ശേഷം ബെറ്റ് വെക്കേണ്ടുന്ന നമ്പറുകൾ തനിക്ക് തോന്നിയ പോലെ മുരളീകാന്ത് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ആ നമ്പറിൽ തന്റെ പേരിൽ തന്നെ ബെറ്റ് വെച്ചോളൂ എന്ന് പറയുകയും ചെയ്തു. ടോപ്പാസ് പോയതിന് പിന്നാലെ മുരളീകാന്ത് ആത്മഹത്യക്ക് ശ്രമിച്ചു. ടോപ്പാസ് ആകട്ടെ ചൂതാട്ട കേന്ദ്രത്തിലെത്തി മുരളീകാന്ത് പറഞ്ഞ പോലെ മുരളീകാന്തിന്റെ പേരിൽ മുരളീകാന്ത് പറഞ്ഞ നമ്പറിൽ ബെറ്റ് കെട്ടിയിരുന്നു. അതിശയകരമെന്ന് പറയട്ടെ, അന്നത്തെ ജാക്ക്പോട്ട് വിന്നറായി മുരളീകാന്ത് മാറുകയാണ്. ഗുളിക തിന്ന് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച മുരളീകാന്ത് ശരീരം റിജക്ട് ചെയ്ത് അവിടെ വെച്ച് ഛർദ്ദിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. വിജയത്തിന്റെ സന്തോഷത്തോടെ തിരികെ എത്തിയ ടോപ്പാസ് ആയിരുന്നു അവശതയിൽ കിടക്കുന്ന മുരളീകാന്തിനെ കാണുന്നത്. അന്ന് മറ്റൊരു അത്ഭുതം കൂടി സംഭവിക്കുകയാണ്. അത്രനാളും ബ്ലാഡർ കൺട്രോളില്ലായിരുന്ന മുരളീകാന്തിന് നാളുകൾക്ക് ശേഷം അന്ന് ബ്ലാഡർ കൺട്രോൾ തിരികെ ലഭിച്ചു. മൂത്രമൊഴിക്കുന്നത് മുൻകൂട്ടി അറിയാൻ സാധിക്കുന്ന അവസ്ഥ. ആത്മഹത്യാ ശ്രമത്തെ മുരളീകാന്ത് അതിജീവിച്ചു. മുരളീകാന്തിനെ തേടി വലിയ തുക തന്നെ ജാക്ക്പോട്ടായി എത്തി. ദൈവം തന്നെ കൈവിട്ടിട്ടില്ലെന്നും തനിക്ക് വേണ്ടി ദൈവം എന്തോ കരുതി വെച്ചിട്ടുണ്ട് എന്നും അന്ന് മുരളീകാന്തിന് ഒരു ശുഭപ്രതീക്ഷ തോന്നി. കാലുകൾ ചലിപ്പിക്കുവാൻ, മുമ്പോട്ട് ജീവിക്കുവാൻ ആകെ ചെയ്യാൻ കഴിയുന്ന ഒരു ഫിസിക്കൽ എക്സസൈസ് നീന്തലായിരുന്നു. മുരളീകാന്ത് അതിന് ശ്രമിക്കുവാൻ ആരംഭിച്ചു. ആ സമയത്താണ് അങ്ങോട്ടേക്ക് മുരളീകാന്തിനെ തേടി ഒരു അതിഥി എത്തുന്നത്. അത് മാസ്റ്റർ അലിയായിരുന്നു. മുരളീകാന്ത് ജീവൻ രക്ഷിച്ച് മാസ്റ്റർ അലി. മാനസികമായി ദുഃഖത്തിലായിരുന്ന മുരളീകാന്തിനെ മാസ്റ്റർ അലി പ്രചോദിപ്പിച്ചു. ഒരാളുടെ സ്വപ്നം അവസാനിക്കുന്നത് അയാൾ സ്വപ്നം കാണൽ നിർത്തുമ്പോൾ മാത്രമാണ് എന്ന തരത്തിൽ മാസ്റ്റർ അലി മുരളിയോട് പറഞ്ഞു. മുരളീകാന്തിന്റെ ഒളിമ്പിക് സ്വപ്നങ്ങൾ അസ്തമിച്ചിട്ടില്ലെന്നും പാരാലിമ്പിക്സ് എന്നൊരു സംഗതി ഉണ്ടെന്നും അവിടെ അംഗവൈകല്യമുള്ള മനസ്സുറപ്പുള്ള അത്ലറ്റുകൾ പരസ്പരം മത്സരിക്കുമെന്നും വിജയികളാകുമെന്നും മുരളീകാന്തിന് മാസ്റ്റർ അലി പറഞ്ഞുകൊടുത്തു. മുരളീകാന്തിന്റെ ജീവിതത്തിലേക്ക് തുറന്നുവന്ന പ്രതീക്ഷയുടെ പുതിയ വാതിലായിരുന്നു അത്. മാസ്റ്റർ അലിയുടെ കോച്ചിങ്ങിൽ മുരളീകാന്ത് അങ്ങനെ പരിശീലനം ആരംഭിക്കുകയാണ്. സ്വിമ്മിങ്ങിലായിരുന്നു മുരളീകാന്തിന്റെ പരിശീലനം. ആദ്യമൊക്കെ നീന്താൻ വരെ കഷ്ടപ്പെട്ട മുരളീകാന്ത് പതിയെ പതിയെയാണെങ്കിലും വളരെയധികം മുന്നേറി വന്നു. വർഷം 1972 ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ ഒരു മീറ്റിംഗ് വിളിച്ചിരുന്നു. അങ്ങോട്ടേക്ക് മുരളീകാന്തും മാസ്റ്റർ അലിയും വിളിപ്പിക്കപ്പെട്ടിരുന്നു. അത്തവണ ഒളിമ്പിക് അസോസിയേഷന് ഫണ്ട് കുറവായതുകൊണ്ട് സ്വിമ്മിംഗ് സെക്ഷനിൽ ആരെയും പാരാലിമ്പിക്സിന് കൊണ്ടുപോകുന്നില്ല എന്നായിരുന്നു ഒളിമ്പിക്സ് അസോസിയേഷൻ അവരെ അറിയിച്ചത്. മുരളീകാന്ത് ആകെ വല്ലാതായി. പാരാലിമ്പിക്സിന് ആളെ കൊണ്ടുപോകാതെ ഒളിമ്പിക്സിന് എല്ലാം തികഞ്ഞവരെ കൊണ്ടുപോകുന്ന നയമായിരുന്നു അവർ തീരുമാനിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ദേഷ്യപ്പെടാതെ തന്നെ തന്റെ അമർഷവും തന്നെപ്പോലുള്ളവരുടെ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും അവരെപ്പോലുള്ളവർ ചവിട്ടിയരയ്ക്കുന്നതിനെ പറ്റിയും മികച്ച രീതിയിൽ മുരളീകാന്ത് എന്ന് സംസാരിച്ചു. അതാ ഒളിമ്പിക് അസോസിയേഷൻ ഭാരവാഹികളുടെ പോലും ഹൃദയത്തിൽ തൊടുന്ന തരത്തിലായിരുന്നു. അവിടെ
നിന്ന് ദുഃഖത്തോടെ അന്ന് മാസ്റ്റർ അലിയും മുരളീകാന്തും തിരികെ പോരുകയാണ്. പക്ഷേ അധികം വൈകാതെ മുരളീകാന്തിനെ തേടി ആ വാർത്തയെത്തി. വരുന്ന പാരാലിമ്പിക്സിൽ പങ്കെടുക്കാൻ ഒളിമ്പിക് അസോസിയേഷൻ മുരളീകാന്തിനെ തിരഞ്ഞെടുത്തു എന്ന വാർത്തയായിരുന്നു അത്. മാസ്റ്റർ അലിക്കൊപ്പം ആശുപത്രിയിൽ ഉണ്ടായിരുന്ന മുഴുവൻ ആർമി ഉദ്യോഗസ്ഥരും ചേർന്നായിരുന്നു കയ്യടികളോടെ ആ വാർത്തയെ വരവേറ്റത്. അങ്ങനെ 1972 മുനിച്ചിൽ വെച്ച് നടക്കുന്ന ഒളിമ്പിക്സ് വേദിയിലേക്ക് മുരളീകാന്തും മാസ്റ്റർ അലിയും എത്തിച്ചേരുകയാണ്. പക്ഷെ മത്സരമൊക്കെ ആരംഭിക്കുന്നതിന് മുമ്പ് അത്ലറ്റുകൾ താമസിച്ചിരുന്നയിടത്ത് ഒരു ഭീകരവാദി ആക്രമണം നടന്നു. പുറത്തേക്ക് ആ സമയം ഇറങ്ങിയിരുന്നതുകൊണ്ട് മുരളീകാന്ത് രക്ഷപ്പെട്ടു, മാസ്റ്റർ അലിയും. പക്ഷെ നിരവധി പേർ കൊല്ലപ്പെടുകയും നിരവധി അത്ലറ്റുകൾ ബന്ദികളാക്കപ്പെടുകയും ചെയ്തിരുന്നു. ഒളിമ്പിക്സ് ക്യാൻസലാക്കപ്പെടും എന്നൊരു ഘട്ടം പോലും അവർക്ക് മുമ്പിലെത്തി. മുരളീകാന്ത് ആകെ നിരാശനായി പോയിരുന്നു. പക്ഷേ വൈകാതെ പ്രതീക്ഷയുടെ വാർത്തയും വന്നു ചേർന്നു. ജർമ്മനി ഹീഡൽബർഗിലേക്ക് ഒളിമ്പിക്സ് മത്സരങ്ങൾ മാറ്റിയിരുന്നു. അവിടെ വെച്ച് മുരളീകാന്തിന്റെ സ്വിമ്മിംഗ് കോമ്പറ്റീഷനും അരങ്ങേറും. പ്രതീക്ഷയോടെ മുരളീകാന്ത് കാത്തിരുന്ന ആ അവസരമെത്തി. ചെറുപ്പം മുതൽ സ്വപ്നം കണ്ട് ഒളിമ്പിക്സിൽ മത്സരിക്കാനുള്ള തന്റെ മുമ്പിലുള്ള അവസരം. മത്സരങ്ങളിൽ മുരളീകാന്ത് പങ്കെടുത്തു. പരാജയപ്പെടും എന്ന് വിധിച്ചവരെ പോലും അതിശയിപ്പിച്ചുകൊണ്ട് ഓരോ ലെവലിലും വിജയിച്ച് ഫൈനലിലെത്തിയ മുരളീകാന്ത് ഇന്ത്യയുടെ യശസ് വാനോളം ഉയർത്തിക്കൊണ്ട് സ്വർണത്തിലേക്ക് നീന്തിക്കയറി. അന്ന് ആ മത്സരത്തിന്റെ കമന്ററി മുരളീകാന്തിന്റെ നാട്ടിൽ മുരളീകാന്തിന്റെ കുടുംബമടക്കം ഒന്നിച്ചിരുന്ന് കേട്ട് മുരളീകാന്തിന്റെ വിജയത്തിൽ അത്രമേൽ സന്തോഷിക്കുകയും ചെയ്തിരുന്നു. ഒരിക്കൽ തോൽവി എന്ന് വിളിച്ച് ചന്തുവെന്ന് വിളിച്ച് ഏവർക്കും മുമ്പിൽ തന്റെ അർപ്പണ ബോധം കൊണ്ട് മുരളീകാന്ത് വിജയിച്ചു കാണിച്ചു. മുരളീകാന്തിന്റെ വിജയം ആർമി ആശുപത്രിയും ആർമി ഉദ്യോഗസ്ഥരും ഒക്കെ ആഘോഷമാക്കി. പക്ഷേ കാലാന്തരത്തിൽ അദ്ദേഹത്തിന്റെ ആ ശ്രമകരമായ വിജയമൊക്കെ ഏവരും മറന്നുപോയിരുന്നു. മുരളീകാന്തിന്റെ മുഴുവൻ കഥയും മുരളീകാന്ത് ഓഫീസറോട് പറയുന്നതിനു മുമ്പ് കോടതിയിൽ പോവേണ്ട ആവശ്യത്തിന് ഇൻസ്പെക്ടർ കഥ പാതി നിർത്തി കേൾക്കാതെ കോടതിയിലേക്ക് പോയിരുന്നു. തിരിച്ചു വന്ന ഇൻസ്പെക്ടർക്ക് മുരളീകാന്ത് പറഞ്ഞതിൽ സത്യമുണ്ടാകുമോ എന്ന് തോന്നാൻ ആരംഭിച്ചു. പക്ഷെ അതിൽ ഉറപ്പുവരുത്തുകയും വേണം. മുൻകൈയിട്ട് വല്ലതും ചെയ്ത് വല്ല തട്ടിപ്പുമാണെങ്കിൽ ആകപ്പെടുമല്ലോ. അതുകൊണ്ട് ഇൻസ്പെക്ടർ ശങ്കിച്ചു നിന്നപ്പോൾ മുമ്പ് കാര്യങ്ങൾ പറഞ്ഞുകൊടുത്ത് പ്രതിയായിട്ടുണ്ടായിരുന്ന വ്യക്തി ഇൻസ്പെക്ടറിന് ഒരു ഐഡിയ പറഞ്ഞുകൊടുത്തു. ഒരു പത്രക്കാരനെ കണ്ടെത്തുക, മുരളീകാന്തിനെ പറ്റി അന്വേഷിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാൻ പറയുക. മുരളീകാന്ത് ചെയ്തതും മുരളീകാന്തിന്റെ വിജയവും ഒക്കെ സത്യമാണെങ്കിൽ അവർ വാർത്ത പ്രസിദ്ധീകരിക്കുമ്പോൾ മുരളീകാന്തിന് വേണ്ടത് ലഭിക്കും. അതിന്റെ ക്രെഡിറ്റ് ഇൻസ്പെക്ടർക്കും വന്നു ചേരും. ഇനി മുരളീകാന്ത് വെറും കളവ് പറയുന്ന വ്യക്തിയാണെങ്കിലോ പ്രശ്നം മുഴുവൻ ആ പത്രക്കാരുടെ തലയിലും വന്നുപെട്ടോളും. ഇൻസ്പെക്ടറിന് ഐഡിയ നന്നായി തോന്നി. ഇൻസ്പെക്ടർ അതിനുവേണ്ടി ഒരു പത്രക്കാരനെ നിയോഗിച്ചു. ഒരു റിപ്പോർട്ടർ പോലീസുകാരുടെ ഒപ്പം മുരളീകാന്തിനെ ഇന്റർവ്യൂ ചെയ്ത് വാർത്ത കൊടുക്കാനായി മുരളീകാന്തിന്റെ ഗ്രാമത്തിലെത്തി. പക്ഷേ അവിടെ ആ സമയം റോഡ് പണി നടക്കുകയായിരുന്നു. അത് നടത്തുന്നതാകട്ടെ മുരളീകാന്ത് തന്നെ. തന്റെ സ്വന്തം പണമെടുത്ത് അദ്ദേഹം ഗ്രാമത്തിൽ റോഡ് പണിയാൻ ആരംഭിച്ചിരുന്നു. അർജുന അവാർഡിനുള്ള പ്രതീക്ഷയൊക്കെ അദ്ദേഹം കൈയൊഴിഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ എടുക്കാം, അദ്ദേഹത്തിന്റെ സ്റ്റോറി പബ്ലിഷ് ചെയ്യാം, അർജുന അവാർഡ് അദ്ദേഹത്തെ തേടിയെത്തും എന്നൊക്കെ റിപ്പോർട്ടർ പറഞ്ഞെങ്കിലും എന്റെ ഗ്രാമത്തിന്റെ വികസനത്തിന് വേണ്ടിയാ ഞാൻ ആ അവാർഡ് ആഗ്രഹിച്ചത്, എനിക്ക് വേണ്ടിയല്ല. ഇപ്പോ ഗ്രാമത്തിന്റെ വികസനം ഞാൻ തന്നെ നടപ്പിലാക്കുന്നുണ്ട്, എനിക്കിനി ആ അവാർഡ് വേണ്ട എന്നായിരുന്നു മുരളീകാന്ത് ആ റിപ്പോർട്ടറോട് പറഞ്ഞത്. റിപ്പോർട്ടറിന് വലിയ അതിശയം തോന്നാതിരുന്നില്ല. അദ്ദേഹം തിരിച്ചെത്തി താല്പര്യമില്ലാതെ തന്നെ പറഞ്ഞയച്ച എഡിറ്ററോട് ആ കാര്യങ്ങൾ പറഞ്ഞു. അവാർഡ് കിട്ടുവാൻ വാർത്ത കൊടുക്കലും സ്റ്റോറി കൊടുക്കലും ഒക്കെ പതിവാണ്. പക്ഷെ അതിന് തയ്യാറായി ചെന്നപ്പോ മുരളീകാന്ത് അത് വേണ്ടെന്ന് പറഞ്ഞു. എന്നതൊക്കെ കേട്ടപ്പോ എഡിറ്റർക്ക് കൗതുകവും അതിശയവും തോന്നി. അതോടെ ആർമി ക്യാമ്പിലെ തന്റെ ഒരു പരിചയക്കാരനെ കോണ്ടാക്ട് ചെയ്ത് എഡിറ്റർ മുരളീകാന്ത് പട്ടേക്കറെ പറ്റിയുള്ള വിവരം തിരയുകയാണ്. കമ്പ്യൂട്ടറിലൊന്നും ആ റെക്കോർഡ്സ് ഉണ്ടായിരുന്നില്ല. പഴയ പേപ്പർ റെക്കോർഡുകളിൽ നിന്ന് ആ ഓഫീസർ മുരളീകാന്ത് പട്ടേക്കറെ പറ്റിയുള്ള ഫയൽ കണ്ടെടുത്തു. വിചാരിച്ചതിനപ്പുറമുള്ള മുരളീകാന്തിന്റെ ഞെട്ടിക്കുന്ന കഥ ആ ഓഫീസറെ അടക്കം അതിശയിപ്പിച്ചിരുന്നു. എഡിറ്റർക്ക് കൈമാറുന്നതിനൊപ്പം ആ ഓഫീസർ അത് തന്റെ സുപ്പീരിയറെ അറിയിച്ചു. അദ്ദേഹവും ആ ഫയൽ മുകളിലേക്ക് ശുപാർശ ചെയ്യുവാൻ തീരുമാനിച്ചു. മറുവശത്ത് എഡിറ്റർ ആകട്ടെ അങ്ങനെ അറിയപ്പെടാതെ പോകേണ്ട ഒരു വ്യക്തിയല്ല മുരളീകാന്ത് പട്ടേക്കർ എന്ന് സ്വയം തിരിച്ചറിഞ്ഞിരുന്നു. മുരളീകാന്ത് പട്ടേക്കറിനെ പറ്റി വളരെയധികം ആത്മാർത്ഥമായി അവരൊരു സ്റ്റോറി തയ്യാറാക്കി. പത്രത്തിൽ വലിയൊരു വാർത്തയായി തന്നെ ആ സ്റ്റോറി പ്രത്യക്ഷപ്പെട്ടു. മറവിയുടെ ആഴങ്ങളിലേക്ക് ആഴ്ന്നുപോയ മുരളീകാന്ത് പട്ടേക്കറെ പറ്റി ഏവരും ഒന്നുകൂടി ഓർത്തെടുത്ത് അറിഞ്ഞ നിമിഷമായിരുന്നു അത്. പിന്നീട് കുറച്ചു നാളുകൾക്ക് ശേഷം ഗ്രാമത്തിന്റെ റോഡ് പണിയിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന മുരളീകാന്തിനെ തേടി കുറെ ഗവൺമെന്റ് വാഹനങ്ങൾ വന്നു നിന്നു. അന്ന് മുരളീകാന്തിനെ കാണുവാൻ അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നത് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ അഡീഷണൽ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം മുരളീകാന്തിനോട് പറഞ്ഞു, മിസ്റ്റർ പട്ടേക്കർ, താങ്കൾ അർജുന അവാർഡിന് വേണ്ടി ശ്രമിച്ചതും അത് ആഗ്രഹിച്ചതുമൊക്കെ ഞങ്ങൾ അറിഞ്ഞു. പക്ഷേ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് താങ്കൾ കഥ തരുവാൻ താല്പര്യമില്ല. താങ്കൾ ഈ രാജ്യത്തിനു വേണ്ടി ചെയ്ത പ്രവൃത്തികൾക്ക് സേവനത്തിനു വേണ്ടി
അതിലും വലിയ അവാർഡാണ് താങ്കൾ അർഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാജ്യം താങ്കൾക്ക് പത്മശ്രീ തന്ന് ആദരിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു. ഏറെ അതിശയത്തോടെയായിരുന്നു മുരളീകാന്ത് പട്ടേക്കറുടെ മകൻ ആ വാർത്ത കേട്ടത്. വർഷം 2018 മാർച്ച് 20 രാഷ്ട്രപതി ഭവനിൽ വെച്ച് നടന്ന ചടങ്ങിൽ വെച്ച് മുരളീകാന്ത് പത്മശ്രീ നൽകപ്പെട്ട് ആദരിക്കപ്പെട്ടു. പത്മശ്രീ ലഭിച്ച ശേഷം പത്മശ്രീ മുരളീകാന്ത് പേട്കർ മഹാരാഷ്ട്രയിലെ കരാട്ട് സ്റ്റേഷനിലേക്ക് വന്നിറങ്ങി. അന്ന് അദ്ദേഹത്തെ അവിടെ സ്വീകരിക്കാൻ ബാല്യത്തിൽ അദ്ദേഹം കണ്ട പോലുള്ള വലിയൊരു ജനക്കൂട്ടം തന്നെ ആരവം മുഴക്കിക്കൊണ്ടുണ്ടായിരുന്നു. അവിടെ കണ്ട ദൃശ്യങ്ങൾ തന്റെ പഴയകാലത്തെ പറ്റി മുരളീകാന്തിനെ ഓർമ്മിപ്പിച്ചു. പരാജയങ്ങളുടെ പടുകുഴിയിൽ നിന്നും തോൽവി വിളികളിൽ നിന്നും വിജയിച്ചു വന്ന മുരളീകാന്തിന്റെ കഥ ആ ദൃശ്യത്തിൽ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.